ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. ഞാൻ രാജേശ്വരി വിനോദ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സയൻസ് പെഡഗോജിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. EVS എഴുതുന്ന K1-ലെ EVS എഴുതുന്നവർക്കും അതോടൊപ്പം തന്നെ K2 സയൻസ് എഴുതുന്നവർക്കും പ്രയോജനകരമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ശാസ്ത്ര പഠനത്തിൽ പഠന വിഭവങ്ങൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ക്വസ്റ്റ്യൻ ഇതാണ്. ശാസ്ത്ര പഠനത്തിൽ പഠന വിഭവങ്ങൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? പഠന പ്രക്രിയയുടെ പരിപൂർണതയ്ക്കാണോ? വിലയിരുത്തൽ എളുപ്പമാക്കുന്നതിനാണോ? കുട്ടിയുടെ ശാസ്ത്രശേഷികൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയാണോ? മനോഭാവങ്ങളും മൂല്യങ്ങളും ഉറപ്പാക്കുന്നതിനാണോ? ശാസ്ത്ര പഠനം, സയൻസ് എഡ്യൂക്കേഷനിൽ പഠന വിഭവങ്ങൾ ഉപയോഗിക്കുന്നത് വിലയിരുത്തൽ എളുപ്പമാക്കാൻ വേണ്ടിയാണോ? അല്ല. കുട്ടിയുടെ മനോഭാവങ്ങളും മൂല്യങ്ങളും ഉറപ്പാക്കി വെക്കാൻ വേണ്ടിയാണോ? അല്ല. കുട്ടിയുടെ ശാസ്ത്രശേഷികൾ അധ്യാപകന് നിരീക്ഷിക്കാൻ വേണ്ടിയാണോ? അല്ല. പിന്നെ എന്തിനായിരിക്കാം? പഠന പ്രക്രിയയുടെ പരിപൂർണതയ്ക്കാണ്. പഠന പ്രക്രിയയുടെ പരിപൂർണതയ്ക്ക് ശാസ്ത്ര പഠനത്തിൽ പഠന വിഭവങ്ങൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ പഠന പ്രക്രിയയുടെ പരിപൂർണതയ്ക്ക് വേണ്ടിയാണെന്ന് കാണാം. 1-ാം ക്ലാസ്സിലെ കുട്ടികളെ വിലയിരുത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ്? 1-ാം ക്ലാസ്സിലെ കുട്ടികളാണ്. 1-ാം ക്ലാസ്സിലെ K1-കാർക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. കുട്ടിയുടെ പങ്കാളിത്തം നിരീക്ഷിച്ച് ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണോ? ഉദ്ഗ്രഥിത പ്രവർത്തനങ്ങൾ അടങ്ങിയ എഴുത്തു പരീക്ഷ നടത്തുന്നതാണോ? അസൈൻമെന്റുകൾ നൽകി പ്രകടനത്തിന്റെ കൃത്യത പരിശോധിക്കുന്നതിന് വേണ്ടിയാണോ? ടേം പരീക്ഷകളുടെ ഉത്തരക്കടലാസുകൾ സൂക്ഷ്മമായി പരിശോധിക്കുന്നതിന് വേണ്ടിയാണോ? അപ്പൊ എന്തിനാണ് 1-ാം ക്ലാസ്സിലെ കുട്ടികളെ വിലയിരുത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതി? കുട്ടിയുടെ പങ്കാളിത്തം നിരീക്ഷിച്ച് ഗുണാത്മകമായി വിലയിരുത്തുകയാണോ? ഉദ്ഗ്രഥിത പ്രവർത്തനങ്ങൾ അടങ്ങിയ, ഉദ്ഗ്രഥിത പ്രവർത്തനം എന്നാൽ സയൻസും മാത്സും ഇംഗ്ലീഷും മലയാളവും എല്ലാം കൂടി അടങ്ങിയ പ്രവർത്തനങ്ങളാണ് ഉദ്ഗ്രഥിത പ്രവർത്തനങ്ങൾ അടങ്ങിയ എഴുത്തു പരീക്ഷ നടത്തുന്നതാണോ? അസൈൻമെന്റുകൾ നൽകി പ്രകടനത്തിന്റെ കൃത്യത പരിശോധിക്കുന്നതിന് വേണ്ടിയാണോ? ടേം പരീക്ഷകളുടെ ഉത്തരക്കടലാസുകൾ സൂക്ഷ്മമായി പരിശോധിക്കുന്നതിന് വേണ്ടിയാണോ? എന്തിനു വേണ്ടിയാണെന്നാണ് ചോദിക്കുന്നത്. കുട്ടിയുടെ പങ്കാളിത്തം നിരീക്ഷിച്ച് ഗുണാത്മകമായി ഉറപ്പുവരുത്തുന്നതിന്. കുട്ടിയുടെ പങ്കാളിത്തം നിരീക്ഷിച്ച് ഗുണാത്മകമായി വിലയിരുത്തുക. ടേം പരീക്ഷകളൊക്കെ ഉണ്ട് ഇവർക്ക് നിരന്തര മൂല്യനിർണ്ണയം ഉണ്ട്. ഓക്കെ. അപ്പൊ 1-ാം ക്ലാസ്സിലെ കുട്ടികളെ വിലയിരുത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണെന്ന് ചോദിച്ചാൽ പങ്കാളിത്തം നിരീക്ഷിച്ച് ഗുണാത്മകമായി വിലയിരുത്തുക എന്നുള്ളതാണ്. പഠിച്ചു വെക്കണേ. ഇനി ശാസ്ത്ര പഠനത്തിൽ പരീക്ഷണം അല്ലെങ്കിൽ ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്യുക എന്നതിൽ ഒരു കുട്ടി മികവ് പ്രകടിപ്പിക്കുന്നു. താഴെ പറയുന്നവയിൽ ഏത് മേഖലയിൽ ഉൾപ്പെടുത്തിയാണ് ശാസ്ത്ര പഠനത്തിൽ ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്യുക അല്ലെങ്കിൽ പരീക്ഷണം രൂപകൽപ്പന ചെയ്യുക എന്ന കാര്യത്തിൽ കുട്ടി മികവ് പുലർത്തുന്നു? അതിൽ തന്നെയുണ്ട് അതിൻ്റെ ഉത്തരം. വിജ്ഞാന മേഖലയാണോ? പ്രക്രിയാശേഷി മേഖലയാണോ? സർഗാത്മക മേഖലയാണോ? പ്രയോഗ മേഖലയാണോ? ശാസ്ത്ര പഠനത്തിൽ പരീക്ഷണം ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്യുക എന്നതിൽ പുതിയൊരു വസ്തു കണ്ടുപിടിക്കുന്നതിന് എന്താ മക്കളെ പറയുക? സർഗാത്മകത എന്നാണ് അല്ലെ. അപ്പൊ ഏതാണ്? വിജ്ഞാന മേഖലയാണോ? പ്രക്രിയാശേഷി മേഖലയാണോ? സർഗാത്മക മേഖലയാണോ? പ്രയോഗ മേഖലയാണോ? ഏതെന്ന് പറയാം? സർഗാത്മക മേഖല എന്ന് പറയാം. സർഗാത്മക മേഖല. അടുത്തത്, താഴെ പറയുന്നവയിൽ പാഠ്യപദ്ധതി വിനിമയത്തിന്റെ സമീപനവുമായി യോജിക്കാത്ത സവിശേഷതകൾ ഏതൊക്കെ? പാഠ്യപദ്ധതി വിനിമയത്തിന്റെ സമീപനവുമായി യോജിക്കാത്ത സവിശേഷതകൾ ഏതെല്ലാം? പരിസ്ഥിതി സൗഹൃദമായത്, പ്രവർത്തന അധിഷ്ഠിതമായത്, പഠിതാവിന്റെ പ്രകൃതത്തിന് അനുയോജ്യമായത്, ഇവയെല്ലാം പാഠ്യപദ്ധതി വിനിമയത്തിന്റെ സമീപനവുമായി യോജിക്കാത്ത സവിശേഷതകൾ ഏതെല്ലാം എന്നാണ്. സമീപനവുമായി യോജിച്ച സവിശേഷതകളായിരിക്കും കേട്ടോ. പരിസ്ഥിതി സൗഹൃദമായത് ആണോ? അതെ. പ്രവർത്തന അധിഷ്ഠിതമാണോ? അതെ. അടുത്തത് പഠിതാവിന്റെ പ്രകൃതത്തിന് അനുയോജ്യമായതാണോ? അതെ. അപ്പൊ പാഠ്യപദ്ധതിയുടെ വിനിമയത്തിന്റെ സമീപനവുമായി യോജിച്ച സവിശേഷതകൾ ഏതെല്ലാം എന്നുള്ളതാണ് വരിക.
അപ്പൊ പരിസ്ഥിതി സൗഹൃദമാവണം പാഠ്യപദ്ധതി, ദെൻ പ്രവർത്തന അധിഷ്ഠിതമായിരിക്കണം, പഠിതാവിന്റെ പ്രകൃതത്തിന് അനുയോജ്യമായതായിരിക്കണം, ഇവയെല്ലാം എന്നുള്ളതാണ് ഉത്തരമായി വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശാസ്ത്ര ക്ലാസ്സിൽ പലതരം പഠിതാക്കളുണ്ട്. ഇവരിൽ പരീക്ഷിച്ചു നോക്കാനും ചെയ്തു നോക്കാനും ഇഷ്ടപ്പെടുന്നവരും തെറ്റിനെക്കുറിച്ച് ആശങ്കയില്ലാത്തതുമായ വിഭാഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശാസ്ത്ര ക്ലാസ്സിൽ പലതരം പഠിതാക്കളുണ്ട്. ഇവരിൽ പരീക്ഷിച്ചു നോക്കാനും ചെയ്തു നോക്കാനും ഇഷ്ടപ്പെടുന്നവരും തെറ്റിനെക്കുറിച്ച് ആശങ്കയും ഇല്ലാത്ത വിഭാഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ സയൻസ് പഠനത്തിൽ പ്രധാനമായിട്ടും 4 തരം പഠിതാക്കളാണുള്ളത്. ക്രിയാത്മക പഠിതാക്കൾ, സർഗാത്മക പഠിതാക്കൾ, സാമാന്യയുക്തി പഠിതാക്കൾ, ഭാവനാത്മക പഠിതാക്കൾ എന്നിങ്ങനെ ക്രിയാത്മക പഠിതാക്കൾ, സാമാന്യയുക്തി പഠിതാക്കൾ, വിശകലനാത്മക പഠിതാക്കൾ, ഭാവനാത്മക പഠിതാക്കൾ, ഇങ്ങനെ 4 എണ്ണമാണ്, 4 വിഭാഗമാണുള്ളത് ശാസ്ത്ര പഠനത്തിൽ. ഇങ്ങനെ പലതരം പഠിതാക്കളിൽ ഇവരിൽ പരീക്ഷിച്ചു നോക്കാനും ചെയ്തു നോക്കാനും ഇഷ്ടപ്പെടുന്നവരും തെറ്റിനെക്കുറിച്ച് ആശങ്കയില്ലാത്തതുമായ പഠിതാക്കളാണ് ക്രിയാത്മക പഠിതാക്കൾ എന്ന് പറയുന്നു. ഏതാണ്? ക്രിയാത്മക പഠിതാക്കൾ. ഇങ്ങനെ 4 തരം ഞാൻ ഈ പറയുന്ന ഭാഗം നിങ്ങളൊന്ന് നോക്കിപ്പോണം കേട്ടോ. ക്രിയാത്മക പഠിതാക്കൾ 4 തരം പഠിതാക്കളാണ് ശാസ്ത്ര പഠനത്തിലുള്ളത്. ഏതൊക്കെയാണ്? ക്രിയാത്മക പഠിതാക്കൾ, ഭാവനാത്മക പഠിതാക്കൾ, സാമാന്യയുക്തി പഠിതാക്കൾ, വിശകലനാത്മക പഠിതാക്കൾ എന്നീ 4 തരം വിഭാഗമാണുള്ളത്. അതിൽ ക്രിയാത്മക പഠിതാക്കളാണ് പരീക്ഷിച്ച് ചെയ്തു നോക്കാനും തെറ്റുകളെക്കുറിച്ച് ആശങ്കയില്ലാത്തതുമായ പഠിതാക്കൾ എന്ന് അറിയപ്പെടുന്നത്. പഠിച്ചു വയ്ക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1-2 ക്ലാസ്സുകളിൽ ഉദ്ഗ്രഥിത സമീപന രീതി കേരളത്തിൽ നടപ്പിൽ താഴെ പറയുന്നവയിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഉദ്ഗ്രഥിത സമീപന രീതി. അപ്പോൾ 1-2 ക്ലാസ്സുകളിലെ ഉദ്ഗ്രഥിത സമീപന രീതി പ്രൈമറി ക്ലാസ്സുകളിൽ ഇന്റഗ്രേറ്റഡ് ആണ്, എല്ലാം തന്നെ ഇന്റഗ്രേറ്റഡ് ആണ്, സബ്ജക്റ്റ് തിരിച്ചിട്ടല്ല. ഒരു പാഠപുസ്തകത്തിൽ ഒരു പുസ്തകത്തിൽ തന്നെ എല്ലാ വിഷയങ്ങളും കോർത്തിണക്കിയുള്ള പഠന രീതിയാണ്. അത് ഏതാണ്? 2000 KCF കേരള കരിക്കുലം ഫ്രെയിംവർക്ക് 2007 അടിസ്ഥാനത്തിലാണോ? 997 പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണോ? 994 MLL മിനിമം ലെവൽ ഓഫ് ലേണിംഗിന്റെ അടിസ്ഥാനത്തിലുള്ളതാണോ? 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നതാണോ? അപ്പൊ 997 പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ടാണ് 1-2 ക്ലാസ്സുകളിൽ ഉദ്ഗ്രഥിത സമീപനം നിലവിൽ വന്നിരിക്കുന്നത്. 997 വിദ്യാഭ്യാസ പരിഷ്കരണം അല്ലെ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായാണ് എന്നൊന്ന് പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശാസ്ത്ര പഠനത്തിൽ പ്രൈമറി തലത്തിൽ പാഠ്യപദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന കാഴ്ചപ്പാടാണ് ചാക്രികാരോഹണ രീതി എന്ന് പറയുന്നത്. അതിന്റെ ഉപജ്ഞാതാവ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ചാക്രികാരോഹണ രീതി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഈ പഠന രീതിയാണ് ചാക്രികാരോഹണ രീതി എന്ന് പറയുന്നത് അല്ലെ. ഇതിനെ ചാക്രികാരോഹണ രീതി എന്നും ഇതിനെ രേഖീയ രീതി ഒരേ രീതിയിൽ പോകുന്നതാണ്. എന്നാൽ ചാക്രികാരോഹണ രീതിയിൽ തുടക്കം മുതൽ അവസാനത്തിലേക്ക് എത്തുമ്പോൾ കുട്ടിയുടെ ഓരോ വികസന ഘട്ടത്തിനും അനുസരിച്ച് എന്താണ്? അറിവുകൾ വലുതായിക്കൊണ്ടിരിക്കും. ശേഖരിക്കുന്ന അറിവുകളും അവൻ പ്രകടിപ്പിക്കുന്ന അറിവുകളുടെയും വിജ്ഞാന ശാഖ വലുതായിരിക്കും എന്ന് കാണിക്കുന്ന ഒരു പഠന രീതിയാണ് ചാക്രികാരോഹണ രീതി. ചാക്രികാരോഹണ രീതി വിദ്യാഭ്യാസ മേഖലയ്ക്ക് സംഭാവന ചെയ്തത് ആരാണ്? ബ്രൂണറാണ്. ബ്രൂണറുടെ സംഭാവനയാണ് ചാക്രികാരോഹണ രീതി എന്ന് കാണാനായിട്ട് സാധിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് പോവുകയാണ്. മക്കോമാർക്ക് ആൻഡ് യാജറിന്റെ ടാക്സോണമി നമുക്ക് പഠിക്കാനുണ്ട്. അവരുമായി ബന്ധപ്പെട്ട ശരിയായ പരാമർശം ഏതാണ്? ടാക്സോണമി ഫോർ സയൻസ് എഡ്യൂക്കേഷൻ. ഇവർ കൊണ്ടുവന്ന ടാക്സോണമിയാണ് ടാക്സോണമി ഫോർ സയൻസ് എഡ്യൂക്കേഷൻ. ടാക്സോണമി ഫോർ സയൻസ് എഡ്യൂക്കേഷൻ. മക്കോമാർക്ക്, യാജർ എന്നിവരുമായി ബന്ധപ്പെട്ട പരാമർശം ടാക്സോണമി ഫോർ സയൻസ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. താഴെ പറയുന്നവയിൽ സാമൂഹിക വൈകാരിക മേഖലയിലെ വിലയിരുത്തലിൽ പരിഗണിക്കാത്ത നൈപുണി. സാമൂഹിക വൈകാരിക മേഖല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിലയിരുത്തൽ നിരന്തരവും സമഗ്രവുമാണ്. സമഗ്രവും നിരന്തരവുമായ വിലയിരുത്തലാണ്. ഇപ്പോൾ 1986 ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരമാണ് നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയ രീതി വരണം എന്ന് പറയുന്നത്. 2013-14 കാലയളവിൽ നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ വന്ന ഒരു മൂല്യനിർണ്ണയ രീതിയാണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ അഥവാ നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയ രീതി എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും 3 മേഖലകൾക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. 1 വൈജ്ഞാനിക മേഖല, 2 സാമൂഹിക മേഖല, 3 വൈകാരിക മേഖല എന്ന് പറയുന്നു. ഓക്കെ, ഈ CCE കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയത്തിൽ
പ്രധാനമായിട്ടും ഈ വിലയിരുത്തലിൽ പ്രധാനമായിട്ടും 3 മേഖലകളാണ്. ഒന്ന് വൈജ്ഞാനിക മേഖല എന്ന് പറയുന്നു, വൈജ്ഞാനിക മേഖല. രണ്ടെന്ന് പറയുന്നത് സാമൂഹിക മേഖലയാണ്, സാമൂഹിക മേഖല. മൂന്നാമത്തേതാണ് വൈകാരിക മേഖല എന്ന് പറയുന്നത്, വൈകാരിക മേഖല, വൈകാരിക മേഖല. ഓക്കെ, ഈ 3 മേഖലകളാണ് ഉള്ളത്. ഇതില് വൈജ്ഞാനിക മേഖലയുടെ വിലയിരുത്തലിനാണ് ഉപയോഗിക്കുന്നതാണ് ടേം ഇവാലുവേഷൻ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നിരന്തര വിലയിരുത്തൽ ഉപയോഗിക്കാറുണ്ട്. വൈജ്ഞാനിക മേഖലയുടെ വിലയിരുത്തലിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ടേം വിലയിരുത്തലും നിരന്തര വിലയിരുത്തലും എന്ന് പറയുന്നത്. നിരന്തര വിലയിരുത്തൽ കുട്ടിയുടെ പഠന പ്രക്രിയ അളക്കുന്നുണ്ട്, പോർട്ട്ഫോളിയോ അളക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുട്ടിയുടെ പഠന രീതികളും എല്ലാം അളന്നു പോകുന്നതാണ് നിരന്തര വിലയിരുത്തൽ. ടേം വിലയിരുത്തൽ നമുക്കറിയാലോ, കാക്കൊല്ലം, അരക്കൊല്ലം, വർഷം എന്നിങ്ങനെ രീതിയിൽ കുട്ടിയെ വിലയിരുത്തുന്നതാണ്. ഈ 2 വിലയിരുത്തലാണ് വൈജ്ഞാനിക മേഖല. സാമൂഹിക വൈകാരിക മേഖല എന്ന കുട്ടിയുടെ ആശയവിനിമയ ശേഷി, പ്രശ്ന നിർദ്ധാരണ ശേഷി, കുട്ടിയുടെ എന്താണ് സ്വയം ഉള്ള അവബോധം, സഹാനുഭൂതി, ഇതെല്ലാം കൂടി, അതായത് ഒരു സാമൂഹിക വൈകാരിക മേഖലയിൽ കുട്ടിക്ക് ജീവിക്കാനുള്ള കേപ്പബിലിറ്റിയാണ് ഇതിൽ നോക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്, താഴെ പറയുന്നവയിൽ ഏതാണ് സാമൂഹിക വൈകാരിക മേഖലയിൽ പെടാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ വന്നിരിക്കുന്നത് പ്രശ്ന പരിഹരണ നൈപുണി, പരീക്ഷണ നൈപുണി, അവബോധം, സഹഭാവം, ഇവയാണ് വന്നിരിക്കുന്നത്. അതിലേതാണ്? പ്രശ്ന പരിഹരണ നൈപുണിയാണ്, പ്രശ്ന പരിഹരണ നൈപുണിയാണ് ഇതിൽ പെടാത്തത്. കാരണം ആശയവിനിമയ ശേഷി പരീക്ഷണ നൈപുണിയാണ് ഇതിൽ പെടാത്തത്. പരീക്ഷണ നൈപുണിയാണ് ഇതിൽ പെടാത്തത്. സാമൂഹിക വൈകാരിക മേഖലയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ പ്രശ്ന പരിഹരണം, നമുക്ക് ചുറ്റുമുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള കേപ്പബിലിറ്റി, ആശയവിനിമയ ശേഷി, മറ്റുള്ളവരോട് പെരുമാറാനുള്ള കഴിവ്, സഹഭാവം, അവബോധം, ഇതൊക്കെ നമ്മുടെ സാമൂഹിക വൈകാരിക മേഖലയിൽ വരുന്നതാണ്. എന്താണ്? പരീക്ഷണ നൈപുണി ഇതിൽ വരുന്നതല്ല എന്ന് പഠിച്ചു വെക്കണേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ജീവികളെ വലിപ്പക്രമത്തിൽ ക്രമീകരിക്കൽ, വലിപ്പം കൂടുതലുള്ളവയുടെ ശതമാനം കണ്ടെത്തൽ എന്നീ പ്രവർത്തനങ്ങളിലൂടെ നേടാവുന്ന പ്രക്രിയാശേഷി ഏതാണ്? ജീവികളെ വലിപ്പക്രമത്തിൽ ക്രമീകരിക്കൽ, വലിപ്പം കൂടുതലുള്ളവയുടെ ശതമാനം കണ്ടെത്തൽ എന്നീ പ്രവർത്തനങ്ങളിലൂടെ നേടാവുന്ന പ്രക്രിയാശേഷി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അളക്കൽ, സ്ഥലകാല ബന്ധങ്ങൾ കണ്ടെത്തൽ, ചരങ്ങളെ നിയന്ത്രിക്കൽ, വർഗീകരണം, ഇതിലേതാണ് വന്നിരിക്കുന്നത്? ജീവികളെ വലിപ്പക്രമത്തിൽ ക്രമീകരിക്കൽ, വലിപ്പം കൂടുതലുള്ളവയുടെ ശതമാനം കണ്ടെത്തൽ എന്നീ പ്രവർത്തനങ്ങളിലൂടെ നേടുന്ന പ്രോസസ് സ്കില്ല്, സയൻസിന്റെ പ്രോസസ് സ്കിൽ ഏതാണെന്നാണ്. അളക്കലാണോ, സ്ഥലകാല ബന്ധങ്ങളെ കണ്ടെത്തലാണോ, ചരങ്ങളെ നിയന്ത്രിക്കലാണോ, വർഗീകരണമാണോ? അപ്പൊ ആദ്യം പറഞ്ഞതാ ഈ വലിപ്പ ചെറുപ്പം കണ്ടെത്തണം. അത് അളക്കാൻ ഒരു മെഷർമെന്റ് നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. വലിപ്പം കൂടുതലുള്ള ജീവികളുടെ ശതമാനം, അതും അളക്കലിൽ വരുന്ന. അപ്പൊ പ്രോസസ് സ്കിൽസ് മെഷർമെന്റ് അഥവാ അളക്കലാണ് ഇവിടെ കുട്ടി നേടുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും. ഇനി താഴെ പറയുന്നവയിൽ ശാസ്ത്രീയ മനോഭാവത്തിൻ്റെതല്ലാത്ത സവിശേഷത ഏതാണ്? മുൻവിധിയില്ലാതെ തീരുമാനമെടുക്കുക, ഒരിക്കലെടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക, പുതിയ തെളിവുകളെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കുക, സമഗ്രമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുക. അപ്പം ശാസ്ത്രവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ശാസ്ത്രീയ മനോഭാവത്തിന്റെ സയന്റിഫിക് ടെമ്പർ, ഒരു ആറ്റിറ്റ്യൂഡ്, സയന്റിഫിക് ആറ്റിറ്റ്യൂഡിൽ വരുന്നതല്ലാത്തത് മുൻവിധി ഇല്ലാതെ തീരുമാനമെടുക്കാം. നമുക്കൊരു ഒരു ഹൈപ്പോത്തസിസ് വെച്ചുകൊണ്ട് തീരുമാനമെടുക്കാം, ശരിയാണ്. പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കാം. കാരണം സയൻസ് എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്, അവിടെ മാറ്റങ്ങൾ സംഭവിക്കാം, അല്ലെ? അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ തീരുമാനങ്ങളിലും എന്തുണ്ടാവാം? മാറ്റങ്ങൾ വരാം എന്നാണ് പറയുന്നത്. അപ്പം പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? തെളിവുകളെ പുനഃപരിശോധിക്കാം. സമഗ്രമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാം. നമുക്ക് തെളിവുകൾ മുന്നിലുണ്ടെങ്കിൽ അതിനൊരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഉത്തരമല്ലാത്ത ഒരിക്കലെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരിക്കലും പറ്റില്ല. സയൻസ് മനോഭാവമുള്ളവർ ഡൈനാമിക് ആണ്. അതുകൊണ്ട് മാറുന്ന ഒരു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവന്റെ ചിന്തനത്തെ പുനർവിചിന്തനം ചെയ്തുകൊണ്ടേയിരിക്കുമെന്നാണ് പറയുന്നത്. ഇനി പരിസര പഠനവുമായി ബന്ധപ്പെട്ട് ചില പഠന രീതികൾ താഴെ കൊടുക്കുന്നു. ഇതിൽ ബ്രൂണറുടെ പ്രതിരൂപാത്മക ഘട്ടത്തോട് അല്ലെങ്കിൽ സിംബോളിക് സ്റ്റേജിനോട് യോജിക്കുന്ന പഠന രീതി ഏതാണ്? പരിസര പഠനവുമായി ബന്ധപ്പെട്ട് ചില പഠന രീതികൾ താഴെ കൊടുക്കുന്നു. ഇതിൽ ബ്രൂണറുടെ പ്രതിരൂപാത്മക ഘട്ടത്തോട് യോജിക്കുന്ന പഠന രീതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ചിത്രങ്ങൾ, മോഡലുകൾ എന്നിവ ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം, മൂർത്ത വസ്തുക്കൾ പ്രയോജനപ്പെടുത്തി പഠിക്കുക, അമൂർത്ത ആശയങ്ങൾ കണ്ടെത്തുക, അന്വേഷിച്ച് കണ്ടെത്തുന്ന പഠനം. അപ്പം ബ്രൂണറുടെയാണ് പരിസര പഠനവുമായി ബന്ധപ്പെട്ട ചില പഠന രീതികളാണ്. ഇതിൽ ബ്രൂണറുടെ പ്രതിരൂപാത്മക ഘട്ടം, ഭാഷ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ സ്വീകരിക്കുന്ന ഘട്ടമാണ്. ചിത്രങ്ങൾ, മോഡലുകൾ എന്നിവ ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം, മൂർത്ത വസ്തുക്കൾ പ്രയോജനപ്പെടുത്തി പഠിക്കുക, അമൂർത്ത ആശയങ്ങൾ കണ്ടെത്തൽ, അന്വേഷിച്ച് കണ്ടെത്തുന്ന പഠനം. അപ്പൊ ഇവിടെ എന്താണ് പ്രതിരൂപാത്മക ഘട്ടം? അദ്ദേഹത്തിന്റെ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. ഇതില് പ്രതിരൂപാത്മക ഘട്ടം അല്ലെങ്കിൽ സിംബോളിക്കിനോട് ചേർന്നത് ഏതാണ്? ചിത്രങ്ങൾ, മോഡലുകൾ എന്നിവ ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം. മൂർത്ത വസ്തുക്കൾ എന്ന് വെച്ചാൽ നമ്മൾ വസ്തു കാണിച്ചുകൊണ്ട് കുട്ടിയെ പഠിപ്പിക്കുന്നതാണ് മൂർത്ത വസ്തുത എന്ന് പറയുന്നത്. അമൂർത്ത ആശയങ്ങൾ കണ്ടെത്തൽ, അന്വേഷിച്ച് കണ്ടെത്തുന്ന പഠന രീതി. ഇതിൽ ബ്രൂണറുടെ സിംബോളിക് സ്റ്റേജിനോട് യോജിക്കുന്ന പഠന രീതി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ വരുന്ന ചിത്രങ്ങൾ, മോഡലുകൾ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ് ഉത്തരമായി വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലാസ്സിൽ പഠന പ്രശ്നം രൂപീകരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ക്ലാസ്സിൽ പഠന പ്രശ്നം രൂപീകരിക്കുന്നതിന്റെ ഉദ്ദേശം വൈജ്ഞാനികമായ അസന്തുലിതാവസ്ഥ. പഠന പ്രശ്നം അവതരിപ്പിക്കുന്നത് എന്തിനാണ്? വൈജ്ഞാനികമായ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കാൻ വേണ്ടി. ക്ലാസ്സിൽ പഠന പ്രശ്നം, ഒരു അധ്യാപകൻ പഠന പ്രശ്നം രൂപീകരിക്കുന്നത് എന്തിനാണ്? വൈജ്ഞാനികമായ അസന്തുലിതാവസ്ഥ. ഇത് കാണാതെ പഠിച്ചു വെച്ചോണേ. വൈജ്ഞാനികമായ അസന്തുലിതാവസ്ഥ. വൈജ്ഞാനികമായ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നതിന് വേണ്ടി. താഴെ പറയുന്നവയിൽ ശാസ്ത്ര പാഠപുസ്തകത്തിന്റെ ധർമ്മവുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? ശാസ്ത്ര പാഠപുസ്തകത്തിന്റെ ധർമ്മവുമായി യോജിക്കാത്ത പ്രസ്താവന. പഠന പ്രവർത്തനങ്ങളുടെ ആസൂത്രണത്തിന് ആവശ്യമായി നിർദ്ദേശം നൽകുന്ന രേഖയാണ്. പഠന സന്ദർഭം ഒരുക്കാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്ന സാമഗ്രി. പഠന അന്തരീക്ഷം ഒരുക്കുക. അറിവ് നിർമ്മാണത്തിന് ആവശ്യമായ വിവരങ്ങൾ നൽകുക. അറിവ് നിർമ്മാണത്തിന്റെ പ്രക്രിയയിലൂടെ കുട്ടിയെ നയിക്കാൻ സഹായിക്കുക. അപ്പൊ ഏതാണ് യോജിക്കാത്ത പ്രസ്താവന എന്ന് പറയുന്നത്? പഠന പ്രവർത്തനത്തിന്റെ ആസൂത്രണം. പഠന പ്രവർത്തനം ഒരുക്കുന്ന അധ്യാപകനാണ്, അതിനുവേണ്ടി അല്ല ടെക്സ്റ്റ് ബുക്ക്. അത് ടീച്ചേഴ്സ് ഹാൻഡ് ബുക്ക് ആണ്. പഠന പ്രവർത്തനം ആസൂത്രണം ചെയ്യുന്നത് ടീച്ചറുടെ ഹാൻഡ് ബുക്ക് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. പഠന പ്രവർത്തനം ആസൂത്രണം ചെയ്യാൻ അല്ലെ പാഠപുസ്തകത്തിന്റെ ധർമ്മവുമായി യോജിക്കാൻ എന്താണ് കുട്ടികൾക്ക് അറിവ് നൽകുന്ന ഒരു സംരംഭമാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ പഠന സന്ദർഭം ഒരുക്കുന്ന സംരംഭമാണ്. അറിവ് നിർമ്മാണത്തിന് ആവശ്യമായ അറിവുകൾ നൽകുന്നതാണ്. അറിവ് നിർമ്മാണത്തിന്റെ പ്രക്രിയയിലൂടെ കുട്ടിയെ നയിക്കാൻ സഹായിക്കുന്ന സാമഗ്രി. അറിവ് നിർമ്മാണ പ്രക്രിയയ്ക്ക് കുട്ടിയെ സഹായിക്കുന്നവയാണ്. അല്ലാതെ ഒരു ആസൂത്രണം നടത്താനുള്ളതല്ല പാഠപുസ്തകം എന്ന് പഠിച്ചു വെക്കാം. താഴെ പറയുന്നവയിൽ ക്രിയാഗവേഷണവുമായി ബന്ധമില്ലാത്ത സ്റ്റീഫൻ എം കോറിയുടെ സംഭാവനയാണ് ക്രിയാഗവേഷണം. ക്ലാസ് മുറിയിൽ അധ്യാപകൻ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നു. ഒരാൾ സ്വയം തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ ശാസ്ത്രീയമായി പഠിക്കുന്ന രീതി പ്രായോഗിക ഗവേഷണം എന്ന വിഭാഗത്തിൽ വിടുന്ന പ്രായോഗിക ഗവേഷണമാണ്. കാരണം ഇമ്മീഡിയറ്റ് പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജിയാണ് ക്രിയാഗവേഷണം. സോ പ്രായോഗികമായിട്ട് ഉപയോഗിക്കുന്നു. തൊഴിലുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രായോഗിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പ്രഥമ പരിഗണന ശാസ്ത്രവിജ്ഞാനം ഇവയൊക്കെ വിദൂര ഉപയോഗിക്കുന്ന രീതി എന്ന് പറയാം. അതായത് നമ്മുടെ തൊഴിലിടത്തുണ്ടാവുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നാം പ്രൈമറി യൂസ് ചെയ്യുന്ന ഒരു രീതിയാണ്. കണ്ടെത്തലുകൾ വ്യാപകമായ തലത്തിൽ സാമാന്യവത്കരണം നടത്തുക. കണ്ടെത്തലുകൾ വ്യാപകമായ ഉള്ളിടത്ത് സാമാന്യവത്കരണം നടത്താനാണോ? അല്ല. ഇത് തൊഴിലുമായി ബന്ധപ്പെട്ടതാണ് ക്രിയാഗവേഷണം. അപ്പം ശാസ്ത്രീയമായ ഒരാൾ സ്വയം തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങളെ ശാസ്ത്രീയമായി പഠിക്കുന്നു. എൻ്റെ തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ ശാസ്ത്രീയമായി പഠിക്കുന്നതാണ് ക്രിയാഗവേഷണം. ശരിയാണ്. പ്രായോഗിക ഗവേഷണം എന്നൊരു പേര് ഇതിനുണ്ട്. ശരിയാണ്. പ്രാക്ടിക്കലാണ് ഇത് ഉപയോഗിക്കുന്നത്. ആപ്ലിക്കേഷൻ ആണെന്ന് പറയാം. ആക്ഷൻ റിസർച്ച് ഈസ് ആൻ അപ്ലൈഡ് റിസർച്ച് എന്നാണ് പറയുക. അത് അങ്ങനെ തന്നെ ഒരു ടേം തന്നെയുണ്ട്, പഠിച്ചു വെക്കുക. തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രായോഗിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ശരിയാണോ? ശരിയാണ്. എന്നാൽ കണ്ടെത്തലുകളിൽ സാമാന്യവത്കരണത്തിന് വേണ്ടിയാണോ ക്രിയാഗവേഷണം? അല്ല. നമ്മുടെ തൊഴിൽ രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇമ്മീഡിയറ്റ് പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജിയാണ് ഏത്? ക്രിയാഗവേഷണം. സ്റ്റീഫൻ എം കോറിയാണ് സംഭാവന ചെയ്തത്. ഇത്രയുമാണ് ക്വസ്റ്റ്യൻസ്. ഏകദേശം ഒരു 15 പെഡഗോജി ക്വസ്റ്റ്യൻ ഉണ്ട്. ഓപ്ഷനും കൂടെ ഇട്ടതായിരുന്നു, പക്ഷേ ടൈപ്പ് ചെയ്തപ്പോൾ ഓപ്ഷൻ ഇല്ല. അപ്പോൾ വൈകി വന്ന വേളയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് ക്ഷീണവും പനിയും ഒക്കെ ആയിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അത് തിരുത്താൻ നിന്നില്ല. നിങ്ങൾക്കത് തരാമെന്ന് വിചാരിച്ചു. കേട്ട് പഠിക്കുക, നോട്ട് എഴുതിയെടുക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. ഇനിയും പെഡഗോജിയുടെ ക്വസ്റ്റ്യൻസ് കൊണ്ടുവരാം. ഇനിയുള്ള ദിവസങ്ങളിൽ മാക്സിമം നന്നായി തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ ഡിയേഴ്സ്. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക് യു.